വാർത്തയാണ്. അന്താരാഷ്ട്ര വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അല്പസമയത്തിനുള്ളിൽ നടക്കുന്ന കൂടിക്കാഴ്ച. കടുത്ത വ്യാപാര യുദ്ധം നിലനിൽക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ന് കൂടിക്കാഴ്ച നടക്കും. അല്പസമയത്തിനുള്ളിൽ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യൻ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിലാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. താരിഫ് മുതൽ ടിക്ടോക്ക് ഡീലടക്കം നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കരാറിൽ ധാരണയിലെത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് മറുപടിയായി നവംബർ 1 മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും മുഖ്യ അജണ്ടയായി മാറും. അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ലോകമുറ്റു നോക്കുന്ന കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ എന്താകും ധാരണ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യങ്ങൾ. താരിഫ് പോരിനിടെയാണ് ഇരുവരും തമ്മിൽ കാണുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് വ്യാപാര കരാറിൽ അന്തിമ ധാരണ. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഹരി പറഞ്ഞതുപോലെ ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇന്ന് സൗത്ത് കൊറിയയിലെ കസോളിൽ നടക്കാൻ പോകുന്നത് വരുന്ന മണിക്കൂറുകളിൽ. അതായത് ഈ താരിഫ് യുദ്ധം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായി ചേർന്ന് നിൽക്കുന്ന വിവിധ രാജ്യങ്ങളോട് നടത്തുന്ന ഒരു അവരുടെ ഭീഷണിയാണ് ഈ താരിഫ് യുദ്ധം എന്ന് പറയുന്നത്. അത് ചൈനയോട് മാത്രമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു താരിഫ് യുദ്ധം വില പേശാതെ പോയത്. കാരണം ചൈന ഏതാണ്ട് അവരുടെ സ്വന്തം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അവർക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചെന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വരുന്ന അപൂർവ ധാതുക്കളുണ്ട്, റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയും. ഈ റയർ എർത്ത് എലമെന്റ്സിന്റെ 70% ഖനികളും ഇപ്പോൾ ലോകത്ത് ചൈനയുടെ അധീനതയിലാണ്. അപ്പോൾ ചൈന ഈ റയർ എർത്ത് എലമെന്റ്സ് കയറ്റുമതിയിൽ വലിയ നിയന്ത്രണം ഈ മാസം മുതൽ കൊണ്ടുവരുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതാണ് ഈ അടുത്ത് വീണ്ടും ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു തുറന്ന പോരിലേക്ക് പോകാനുള്ള കാരണം ഈ റെയർ എർത്ത് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് ഫോൺസ്, അതുപോലെ ആശുപത്രിയിലെ സാങ്കേതിക വിദ്യകൾ, MRI സ്കാൻ അടക്കമുള്ള സംവിധാനങ്ങൾ, വലിയ സാങ്കേതിക ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ റെയർ എർത്ത് എലമെന്റ്സ് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം അമേരിക്ക വലിയ ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ രാജ്യമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന മാത്രമല്ല, അവർ അതിൻ്റെ വലിയ കയറ്റുമതിയും അമേരിക്കയിലുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ റയർ എർത്ത് എലമെന്റ്സ് അവിടെ അങ്ങോട്ടേക്ക് എത്താതെ വരുന്നതോടുകൂടി അവരുടെ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അമേരിക്കയിലുണ്ടാവും. ഇത് മുൻകൂട്ടി കണ്ടാണ് ചൈന അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ ചൈനയ്ക്കെതിരെ 100% താരിഫ് പ്രഖ്യാപിക്കും. നവംബർ 1 മുതൽ, അതായത് മറ്റന്നാൾ മുതൽ ചൈനയ്ക്കെതിരെ 100% താരിഫ് പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം പുറത്തു പറയുന്നത്. അതിന് പിന്നാലെയാണ് ചൈനയും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു താരിഫ് യുദ്ധത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ അതിനുശേഷം ഈ ഒരു 100% ചൈനീസ് ഗുഡ്സിന് 100% താരിഫ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി ഈ മാസം ഒക്ടോബർ അതായത് ഇന്ന് നടക്കാൻ പോകുന്ന മീറ്റിംഗ് അത് ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ ഒരിക്കൽ കൂടെ പുനഃപരിശോധിക്കേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ താരിഫ് യുദ്ധത്തിൽ ഒരു കൂസലുമില്ലാതെ മുന്നോട്ട് പോകുന്ന ചൈനയാണ് പിന്നീട് ലോകം കണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ചൈനയുമായി ഒരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാകുന്നത്. ഇന്നത്തെ ചർച്ച കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇനി നവംബർ 1 മുതൽ അമേരിക്ക ചുമത്തുമെന്ന് പറഞ്ഞ 100% താരിഫ് ഉൾപ്പെടെ ഒഴിവാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ 57% താരിഫുണ്ട്. അതിൽ 20% അധിക നികുതി എന്ന് പറയുന്നത് ചൈന അമേരിക്കയിലേക്ക് വെനസ്വേല വഴി ഫെൻറ്റാനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് കടത്തുന്നു എന്നുള്ള ഒരു ആരോപണം അമേരിക്ക ചൈനയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിന്റെ പേരിൽ മാത്രം 20% അധിക നികുതിയാണ് ചൈനയുടെ മേൽ അമേരിക്ക ചെലുത്തിയിരുന്നത്. എന്നാൽ ആ ഒരു 20% ഒഴിവാക്കുന്നതടക്കമുള്ളതായിരിക്കും ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഈ ചർച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ 157% നാളെ മുതൽ നവംബർ 1 മുതൽ ചൈനയ്ക്കെതിരെ അമേരിക്ക ചുമത്താൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ ചർച്ച വിജയകരമായാൽ ആ 157% എന്ന് പറയുന്നത് വലിയ രീതിയിൽ കുറഞ്ഞ് ഒരുപക്ഷെ ഒരു 57%-ഓ 50%-ഓ അധിക നികുതിയിലേക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത് ഈ റെയർ എർത്ത് എലമെന്റ്സിന് ചൈന അതിൻ്റെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണമാണ്. മാത്രമല്ല ഈ നിയന്ത്രണത്തിന് പുറമെ അമേരിക്കയ്ക്ക് ചൈന നൽകിയ മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ ചൈന അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സോയാബീൻ ഇറക്കുമതി ചെയ്തിരുന്നത്. ഈ സോയാബീൻ്റെ ഇറക്കുമതി അമേരിക്ക
പൂർണ്ണമായും ചൈന വെട്ടിക്കുറച്ചു. അത് അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കയുടെ സോയാബീൻ കർഷകരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി. അതുകൂടി ഒന്ന് മുൻനിർത്തിയാണ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത്. മാത്രമല്ല ടിക്ടോക്കിന്റെ ഡീലിനെ കുറിച്ച് അമേരിക്കയിൽ ടിക്ടോക്ക് നിരോധിച്ചിരിക്കുകയാണ്. അത് തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും ഇന്നുണ്ടാകും. അതായത് അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിൽ കുലുങ്ങാതെ പിടിച്ചു നിന്ന് അമേരിക്ക എന്നാൽ വലിയ ഷീ ജിൻപിങ് ഇതിനെപ്പറ്റി വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പോലെ വലിയ പ്രസംഗമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭീഷണിയോ മുന്നറിയിപ്പോ ഒന്നും കൊടുക്കാറില്ല. അങ്ങ് ചെയ്യാനുള്ള കാര്യം ചെയ്യുകയാണ്. അതിപ്പോൾ റെയർ എർത്ത് എലമെന്റ്സിന്റെ കയറ്റുമതിയിൽ ഉണ്ടാക്കിയ നിയന്ത്രണം എന്ന് പറയുന്നത് ഷീ ജിൻപിങ് നേരിട്ട് പ്രഖ്യാപിച്ചതല്ല. അവരുടെ വിദേശകാര്യമന്ത്രി ഇതുപോലെ വന്ന് പ്രഖ്യാപിക്കുന്നു, പോകുന്നു. അത് വലിയ രീതിയിലുള്ള വാർത്തകളൊന്നും ആകാറില്ല. പക്ഷേ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അങ്ങനെയല്ല. ഓരോ കാര്യവും ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിക്കുകയും പിന്നീട് അതിനെപ്പറ്റി വാർത്താ സമ്മേളനം നടത്തുകയും വലിയ രീതിയിൽ ഭീഷണി എന്നോണം മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഭീഷണി എന്നോളമുള്ള പ്രസംഗങ്ങൾ അടക്കം നടക്കുകയും ചെയ്യുന്നു. അതേസമയം സൈലന്റ് ആയിട്ടാണ് ചൈനയുടെ പരിപാടി. അപ്പോൾ അങ്ങനെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ചൈനയ്ക്കെതിരെ ഓരോ തവണയും അഭിലാഷ് അത് തന്നെയാണല്ലോ. ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ചൈന ആവട്ടെ അങ്ങനെ നിശബ്ദമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ട്രംപിന്റെ ആദ്യ ടേമിലാണ് ഇരുവരും തമ്മിൽ കാണുന്നത്. ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് ശേഷമാണ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടത്തുന്നത്. 2ാം ടേമിൽ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 നേതാക്കൾക്കും വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയും കൂടിയാണ്. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന കാര്യം സോയാബീൻ ഉൾപ്പെടെ, അപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ സോയാബീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഷീ ജിൻപിങ് ആവട്ടെ മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വൺ ചൈന പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ വെക്കുക, ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക. അപ്പോൾ 2 നേതാക്കൾക്കും വിജയമാണ് എന്നുള്ള, അല്ലെങ്കിൽ 2 നേതാക്കളുടെയും പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്നത് തന്നെയായിരിക്കും അവസാനം ഈ മീറ്റിംഗിന്റെ അനന്തരഫലം എന്നതിന്റെ മനസ്സിലാക്കുക. അതെ, ഇപ്പോൾ ഈ മീറ്റിംഗിന്റെ അനന്തരഫലം എന്തായാലും ചൈനയ്ക്ക് ഒരു മുൻതൂക്കം ഉണ്ടാവുകയാണ്. കാരണം ഇന്നത്തെ മീറ്റിംഗ്, അതായത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ അതിന്റെ മുൻകൈ എടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ചൈനയുമായി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു താരിഫ് യുദ്ധത്തിലേക്ക്, ഒരു വാണിജ്യ യുദ്ധത്തിലേക്ക് പോകാനായിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. കാരണം അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാവും. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഒരുപാട് രാജ്യങ്ങളുമായുള്ള കമ്മിറ്റ്മെന്റുകളുണ്ട്, പല രീതിയിലുള്ള വ്യാപാരങ്ങളുണ്ട്. അതിനൊക്കെ തിരിച്ചടിയാവുന്ന തരത്തിലാണ് ചൈനയുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പം ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നത് ഇതുപോലെ സോയാബീൻ, അതുപോലെ ഹൈ എൻഡ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇത്തരം ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലാണ് ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചൈന സ്വന്തമായ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ അടക്കം കൊണ്ടുവരുന്നു. അതുപോലെ സോയാബീൻ വാങ്ങാനായിട്ട് ബ്രസീലിനെ സമീപിക്കുന്നു തുടങ്ങി അതായത് അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയാണോ തങ്ങൾക്ക് ആവശ്യമുള്ളത് അത് മറ്റിടങ്ങളിൽ നിന്ന് അതിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് അമേരിക്കയുടെ ഏതൊരു തന്ത്രവും ചൈനയ്ക്കെതിരെ വിലപ്പോവില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഒരു സംയമന തന്ത്രം, അതായത് ചൈനയുമായി ഒരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് പകരം അവരുമായി ഒത്തുചേർന്ന് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ഔട്ട്കമാണ് വരുന്നതെങ്കിലും അത് ചൈനയെ സംബന്ധിച്ച് അവർക്കൊരു വിജയമെന്ന് വേണം കരുതാൻ. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചകളിൽ 2 രാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ പരസ്പരം സംസാരിച്ച് ഒരു ഡീലിലേക്ക് എത്താമെന്നുള്ളൊരു ധാരണയിലാണ് ഇന്നിപ്പോൾ ഇരുവരും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സമവായം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ചർച്ചയുടെ അനന്തരഫലം എന്ത് തന്നെയായാലും ചൈനയ്ക്കായിരിക്കാം വിജയം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കുറച്ചുകൂടെ ഒരു അപ്പർ ഹാൻഡ് ചൈനയ്ക്ക് നിൽക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കും. ലോകം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ചയാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയും കൂടിയാണ്. 2019 ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തുന്നത്. ട്രംപിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും, ഷീ ജിൻപിങ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. എന്തായാലും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി എത്തിയത്.